ഗണിതം എല്ലാവർക്കും എന്നും ഒരു പ്രശ്നമാണ്. കണക്ക് മാഷിനെ കുട്ടികൾക്ക് ഏറെ പേടിയും. ഈ അവസ്ഥ മാറണം. ഇതിനായി കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുവത്തൂർ ഉപജില്ലയിലെ ഒരു പറ്റം അധ്യാപകർ ഗണിതശാസ്ത്ര അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂടിയിരുന്നു. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഒന്നുചേർന്നു വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. യാത്ര 2007 ഒരു ചോദ്യോത്തര പരിപാടി. ഗണിതശാസ്ത്ര ബോധനത്തിന്റെ ചരിത്രത്തിൽ ഇദം പ്രഥമമായി സംഘടിപ്പിച്ച ഗണിതശാസ്ത്ര കലാജാഥ കലനം 2008. ഒടുവിൽ സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ തണൽ കണക്കിനൊപ്പം കളിച്ചും ചിരിച്ചും എന്ന ഗണിത സഹവാസ ക്യാമ്പിൽ എത്തി നിൽക്കുന്നു. ഗണിതബോധനത്തിന്റെ നാൾവഴിയിൽ നാഴികക്കല്ലായി മാറിയ തണൽ കണക്കിനൊപ്പം കളിച്ചും ചിരിച്ചും ഗണിത സഹവാസ ക്യാമ്പ്. SSLCയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സംസ്ഥാനതല ഗണിത സഹവാസ ക്യാമ്പ് ചെറുവത്തൂർ ഉപജില്ലയിലെ 4ാം തരത്തിൽ പഠിക്കുന്ന 43 കുട്ടികളെ പങ്കെടുപ്പിച്ച് 2 ഘട്ടങ്ങളിലായിട്ടാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏപ്രിൽ 8 AUPS പൊതാവൂരിൽ ആരംഭിച്ച ക്യാമ്പ് 22 GLPS പുലിയന്നൂരിൽ സമാപിച്ചു. കലണ്ടറിൽ നോക്കി ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഉണ്ണിക്കുട്ടൻ നോക്കി ക്ലോക്ക് ഇതേ ഇവിടെ കണ്ടോ? അത് നോക്കി ഇതിലേ ഉണ്ണിക്കുട്ടന്റെ യാത്ര പുറപ്പെട്ട സമയമുണ്ട്. 4ാം ക്ലാസ് കഴിയുന്ന ഓരോ കുട്ടിയും നിയുക്ത ഗണിതശേഷി നേടിയെന്ന് ഉറപ്പുവരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തിലൂന്നിയാണ് സഹവാസ ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയത്. വെച്ചു ഇനി ഒന്നും എടുക്കണ്ടായില്ല. നോക്കിയ മാങ്ങക്ക് 1 കിലോന് 30 ഉറുപ്പ്യാണ്. 1 കിലോ മാങ്ങക്ക് 30 ഉറുപ്പ്യ. ഇടേത് ഇപ്പറത് 1 കിലോ മാങ്ങക്ക് മാങ്ങ 1 കിലോ 30 രൂപ. നമ്മളെ കൊടുത്ത് രണ്ട് നാണയം, അളവുകൾ, ഭാരം, ഉള്ളളവ് എന്നീ ഗണിത മേഖലകളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ മറ്റുള്ള ഗണിത മേഖലകൾ സ്വാഭാവികമായും കടന്നുവരികയാണ്. പതിവ് ക്ലാസ് റൂം സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ചില ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങൾ ഒരുക്കുന്നു. അവിടെ ഒരു ഫെസിലിറ്റേറ്ററായി ഗണിത അധ്യാപകൻ, സഹപാഠികൾ, രക്ഷിതാക്കൾ, ഇങ്ങനെ ജീവിതത്തിൽ നിന്നും ഗണിതത്തിലേക്ക്, ആവശ്യകതകളിൽ നിന്നും പഠനത്തിലേക്ക്, ഇത്തരം ചിന്തകളും പ്രവർത്തനങ്ങളും
ഗണിതത്തിനും ഇണങ്ങും എന്ന ബോധ്യപ്പെടുത്തലും ഇതെല്ലാമായിരുന്നു തണലിന്റെ ലക്ഷ്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഗണിതത്തിൽ ഒരു സഹവാസ ക്യാമ്പ് നടത്തുന്നത്. അത് ഇതൊരു എല്ലാവർക്കും അത്ഭുതകരമായ ഒരു സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. കുട്ടികളുടെ നടപ്പുശേഷികളുടെ വിലയിരുത്തൽ, കണ്ടോ, ഇതാണ് ഒരു കല്ലിന്റെ നീളം. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് റോഡിന്റെ വീതി അളന്നു. എത്ര എണ്ണം കിട്ടി? 11. ഏതാ ശരിയായത്? വാങ്ങാൻ തരും. വെള്ളത്തിലിട്ടൂടാ. കുട്ടികൾ തന്നെ നിയന്ത്രിക്കുന്ന കുട്ടികളുടെ ബാങ്ക്. മോക്ക് സ്റ്റാൾ നിർമ്മാണം, വിഷുച്ചന്ത,
ശ്രീകർദ്ദനെ പറിച്ചും കൂടെ എല്ലാരും പിടിക്കുന്ന അവലോകനം ഇവയെല്ലാമായിരുന്നു ഒന്നാം ഘട്ടത്തിലെ പ്രധാന സെഷനുകൾ. വിഷു ചന്തയോടനുബന്ധിച്ചൊരുക്കിയ കുട്ടികളുടെ ബാങ്ക് ചന്ത എല്ലാം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഒപ്പം ഗണിത മേഖലകളിൽ കുട്ടികൾ ഉയർന്ന ശേഷി നിലവാരത്തിലെത്തുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ കുട്ടികളുടെ പഠനയാത്രയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഓരോ കുട്ടിയും യാത്രയിലെ ചെലവുകൾ സ്വയം ചെയ്തു. തീവണ്ടി യാത്രയ്ക്കിടയിൽ വ്യത്യസ്തങ്ങളായ ഗണിത പ്രശ്നങ്ങളിലൂടെയുള്ള യാത്ര. ഒപ്പം മൊബൈൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നാധിഷ്ഠിത പാഠ്യശ്രമവുമായി സാമൂഹ്യ പ്രാധാന്യമർഹിക്കുന്ന സർവേ. ക്രോഡീകരണം ഇതെല്ലാം ഈ യാത്രയുടെ ഭാഗമായിരുന്നു. ഒന്നാം എഴുതിയത് അത് പറഞ്ഞു തരും. ഇംഗ്ലീഷിലുള്ളത് നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവുമല്ലോ.
ഗ്രൂപ്പായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഒരു 30 എണ്ണല്ലേ ഒരു ഗ്രൂപ്പ് ചെയ്തത്, 29-30 ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലുള്ളവർക്ക് അത്ര തന്നെ തരും, വായിച്ചു നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഒന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പിന്നെന്താ പ്രതിമാസ വരുമാനം 6000, മൊബൈൽ ഫോൺ ഉണ്ട്, 2 പേർക്ക് കറക്ഷൻ ഉണ്ട്, പ്രതിമാസ ഫോൺ ചെലവ് 400. സ്റ്റേഷനിൽ നിന്നും ഒരു ദിവസം ഏകദേശം എത്ര രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്? ഇവിടെ ഏകദേശം 6000-7000 രൂപയുടെ കളക്ഷൻ ഉണ്ട്. ഡോക്യുമെന്റിന് നീളം എത്രയാണെന്ന് പറയാമോ? ലോക്കലിലാണെങ്കിൽ ഏകദേശം 100-150 ആൾക്കാരെ കൊള്ളാൻ. തണൽ ഗണിത സഹവാസ ക്യാമ്പ് ഇതൊരു തിരിച്ചറിവായിരുന്നു. ഗുണിക്കണം ചിഹ്നം കണ്ടുക, കുറക്കണം ചിഹ്നം. അപ്പൊ ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെ ഒരു സംഖ്യയുണ്ട്. ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ ഈ സംഖ്യയുടെ ആയിരിക്കും ഉത്തരം കിട്ടുന്നുണ്ട്. സംസാരിക്കുന്നതിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള SP ക്ഷണിക്കുക. സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അതിന്റെ നടക്കുന്ന പരിപാടികളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, അല്ലേ? ഇവിടെ നടന്ന പരിപാടി സംഘടിപ്പിച്ചത് ആരാണ്? നിങ്ങളിപ്പം കണക്കിനോടൊപ്പം അല്ലേ കളിച്ചും ചിരിച്ചും അല്ലേ? ഇനി ബാക്കോട്ട് മെല്ലെ കൈ കൊണ്ട് അടമർത്തി പിടിച്ചോ. അടമർത്തി പിടിച്ചിട്ട് വയലോട്ട് തടയുക. ഇങ്ങനെ അങ്ങോട്ട് തടക്കും. ക്ലിയർ. ഇനി അടുത്ത സാധനം വേണ്ടേ? ഇനി ആ ബാക്കിൽ മുട്ടിക്കിടാം. ഇനി മെല്ലെ അങ്ങോട്ട് തടയിക്കോ. അപ്പറാദ്യം അമർത്തി കൂടാ കേട്ടോ. ശരിക്കും അമർത്ത് നടക്കല്ല. അങ്ങോട്ട് തന്നെ ഗണിത പഠനത്തിന്റെ പുതുവഴികൾ തേടിയുള്ള യാത്ര. വിമർശനാത്മക ബോധനശാസ്ത്രത്തിലൂന്നി പാഠ്യപദ്ധതി പരിഷ്കരിക്കപ്പെടുമ്പോൾ ഈ ക്യാമ്പിലെത്തിയ ഓരോ കുട്ടിയും അധ്യാപകനും രക്ഷിതാവും പൊതുസമൂഹവും മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകും, ഗണിതം പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെയല്ലേ?